എന്തൊക്കെയുണ്ട് വിശേഷം? റോസ് ബെൻ വ്ളോഗിൻ്റെ അടുത്തൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു വിഷു സ്പെഷ്യൽ ഗെറ്റ് റെഡി വിത്ത് മീ ആയിട്ടാണ്. അത് ഞാൻ കുറച്ചധികം നാളായിട്ടോ ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്തിട്ട്. നമ്മളുടെ യൂട്യൂബിൽ മൊത്തം ഗെറ്റ് റെഡി വിത്ത് മീ ഉണ്ടെങ്കിലും ഞാൻ എൻ്റെ വ്ളോഗിൽ കുറച്ചധികം നാളായി ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്തിട്ട്. അപ്പോൾ എന്തായാലും വിഷുവൊക്കെ ആയിരിക്കുമല്ലേ, എന്നാൽ പിന്നെ ഇന്ന് അതിൻ്റെതായിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആയിട്ട് വരാമെന്ന് ഞാൻ കരുതി. യെസ്, ഇപ്പം നിങ്ങൾ കാണുന്നുണ്ടാവും എൻ്റെ മുഖത്ത് നല്ലൊരു ആക്നെ വന്നിട്ടുണ്ട്. പക്ഷെ അത് കുറച്ച് അധികം നാളായിട്ടുള്ള ആക്നെയാണ്. അതിങ്ങനെ പോകും വരും. അപ്പം ഞാനത് കുറച്ചധികം പാമ്പർ ചെയ്ത് കഴിഞ്ഞാൽ അത് തിരിച്ചു വരും. അതിൻ്റെ പാടുപോലെ പോയതാണ്, പക്ഷെ അത് തിരിച്ചു വന്നു. പക്ഷെ അതൊക്കെ നമ്മൾ കവറപ്പ് ചെയ്യും. അപ്പോൾ അത് കുറച്ച് സ്വെല്ലിങ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ കവർ ചെയ്ത് സ്പെഷ്യലായിട്ടുള്ള ഒരു ഒരുക്കം കാര്യങ്ങൾ കാണിക്കാമെന്ന് ഞാൻ കരുതി. ഞാൻ ഇവിടെ എടുക്കുന്നത് ഒരു ഭയങ്കര വിഷു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു കോസ്റ്റ്യൂം ഒന്നുമല്ല, സിമ്പിളായിട്ടുള്ള ഒരു സാരിയാണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ആൻഡ് വെരി സിമ്പിൾ മേക്കപ്പും. ഈ സാരിയാണ് ഞാൻ ഇന്ന് ഉടുക്കാൻ പോകുന്നത്. യെസ്, ഇത് ഭയങ്കര നാടനൊന്നുമല്ല, പക്ഷെ ബേജ് കളറാണ്. ആൻഡ് ഇതിന് ചെറിയ ഒരു പച്ച ഒരു ഫ്ലോറലും പോയിട്ടുണ്ട്. അപ്പം ഞാൻ കരുതി എന്തുകൊണ്ട് ഇത് ആക്കിക്കൂടാ വിഷു സ്പെഷ്യലായിട്ട് എൻ്റെ ഒരുക്കങ്ങളിൽ എന്ന് ഞാൻ കരുതി. ഇതൊരു ഈസ്റ്റേൺ വെസ്റ്റേൺ മിക്സ്ചർ ആയിട്ടുള്ള ഒരു വിഷു സ്പെഷ്യൽ ഗെറ്റ് റെഡി വിത്ത് മീ ആണെന്ന് വേണമെങ്കിൽ പറയാം. ഇത് ഞാൻ പെയർ ചെയ്യാൻ പോകുന്നത് സ്ലീവ്ലെസ് ആയിട്ടുള്ള ഒരു ബ്ലൗസായിട്ടാണ് ഇത് ഞാൻ പെയർ ചെയ്യാൻ പോകുന്നത്. യെസ്, ആൻഡ് നമ്മൾക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. ഞാനിതൊരു സിമ്പിൾ സാരിയാണ് എടുത്തിരിക്കുന്നത്. ഞാൻ ഇതിൽ കമ്മലോ മാലയോ ഒന്നും മാറ്റാൻ പോകുന്നില്ല, ബിക്കോസ് ഐ വോണ്ട് ഇറ്റ് ടു ബി ലൈക്ക് ദിസ്. ഈ ഒരു എലഗൻ്റ് ആയിട്ടുള്ള ഒരു ചെറിയ വിഷു സ്പെഷ്യലാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. സോ ഈ മാലയാണ് ഞാൻ ഇടാൻ പോകുന്നത്. ഇറ്റ്സ് എ ഡയമണ്ട് പെൻഡൻറ്റ് ആൻഡ് ഈ ഒരു കമ്മലും. വളരെ സിമ്പിൾ ആൻഡ് മോഡേൺ വിഷു ലുക്കാണ് ഞാൻ കൊണ്ടുവരാൻ പോകുന്നത്. അപ്പം ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ മേക്കപ്പ്. ബ്ലർ ഹുഡ ബ്യൂട്ടിയുടെ ഈസി ബ്ലർ പ്രൈമറാണ്. ഞാൻ മോയ്സ്ചറൈസർ ഓൾറെഡി യൂസ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം. അപ്പം അതിനുശേഷം ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഹുഡ ബ്യൂട്ടിയിലെ ഈസി ബ്ലർ പ്രൈമറാണ്. ഈ പ്രൈമർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്ന് ഒരു ബാരിയർ ആക്കും മേക്കപ്പ് യൂസ് ചെയ്യുന്നതിന് മുമ്പ്. അപ്പോൾ ഞാൻ പിന്നെ നല്ല കവറേജും കിട്ടും. സോ ഐ എം ഗോണ യൂസ് ദിസ് മച്ച് ഓഫ് പ്രൈമർ. നല്ലപോലെ ഈവൻലി ഐ എം ഗോണ സ്പ്രെഡ് ഇറ്റ് എവരിവെയർ. ഐ എം ഗോണ സ്പ്രെഡ് ഇറ്റ് വിത്ത് ദിസ് കൈൻഡ് ഓഫ് എ ബ്രഷ്. ഞാൻ കരുതി വിഷു സ്പെഷ്യൽ മേക്കപ്പിൻ്റെ ഒപ്പം ഞാൻ എങ്ങനെ പാവലിനെ മീറ്റ് ചെയ്തു എന്നുള്ള ഒരു കഥയും കൂടെ നിങ്ങളുടെ അടുത്ത് പറയാം എന്നുള്ളത്. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ മേക്കപ്പ് പ്രോഡക്ട്സും കാണിക്കും. അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും വിച്ച് ഓൾ പ്രോഡക്ട്സ് ഐ യൂസ് ഫോർ ദ മേക്കപ്പ് എന്നുള്ളത്. അങ്ങനെ ഞാൻ എൻ്റെ സിംഗിൾഡം എൻജോയ് ചെയ്തിരിക്കെ ഞാൻ ഈ ഡാൻസും കാര്യങ്ങളൊക്കെ സ്വിറ്റ്സർലൻഡിൽ പഠിപ്പിക്കുന്നുണ്ടല്ലോ. അപ്പം ഞാൻ ഈ ഭരതനാട്യവും ഫോക്കും സിനിമാറ്റിക്കും മോഹിനിയാട്ടവും ഒക്കെയാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ കരുതി എന്തുകൊണ്ട് വേറെ ഒരു ഡാൻസ് ഐറ്റം കൂടെ പഠിച്ചൂടാ. അപ്പോൾ ഇവിടെ സ്വിറ്റ്സർലൻഡിൽ ഭയങ്കര ഫേമസ് ആണ് എന്ത്, ലാറ്റിൻ ഡാൻസുകൾ. അപ്പം നമ്മുടെ പ്രൈമർ തീർന്നു. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കളർ കറക്റ്റർ വെച്ചിട്ട് ഈ ആക്നെ നമുക്ക് ക്ലോസ് ചെയ്യാം. കളർ കറക്റ്ററും കൺസീലറും വെച്ചിട്ട്, രണ്ടും ബോബി ബ്രൗണിൻ്റെ ആണ്. അപ്പോൾ ആദ്യം കളർ കറക്റ്ററും പിന്നെ അത് കഴിഞ്ഞിട്ട് കൺസീലറും വെച്ചിട്ടാണ് ഞാനിത് കവർ ചെയ്യാൻ പോകുന്നത്. കളർ കറക്റ്റർ ആൻഡ് ദിസ് ഇസ് ദ കൺസീലർ. കറക്റ്റ് ചെയ്തതിന് ശേഷമാണ് ഞാൻ കൺസീൽ ചെയ്യുക. നമുക്ക് കറക്റ്റ് ചെയ്യാം. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ സ്യൂരിഹിൽ തന്നെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു സാൽസ ബച്ചാത്തിയൊക്കെ പഠിപ്പിക്കുന്ന ഒരു സ്കൂളിൽ ഞാൻ പോയി ജോയിൻ ചെയ്തു. സാൽസ പീപ്പിൾ എന്നുള്ളൊരു സ്കൂളിലാണ് ഞാൻ ജോയിൻ ചെയ്തത്. ഭയങ്കര അടിപൊളിയായിരുന്നു. നമുക്ക് ഓഡിഷനൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട്. അപ്പം എനിക്ക് സാൽസേനെ പറ്റിയിട്ടോ പച്ചാത്തനെ പറ്റിയിട്ടോ ഒന്നും അറിയില്ല. എൻ്റെ ടീച്ചർ ഓഡിഷൻ ചെയ്ത ആൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഓക്കെ യു ഡു വൺ തിങ്, ഐ എം യൂസിങ് ദ സെയിം ബ്രഷ്. ഓക്കെ, അപ്പോൾ എൻ്റെ അടുത്ത് ഹീ ടോൾഡ് മീ
റോസ് ആദ്യം ബേസിക്കിൽ വന്ന് നോക്കൂ, അതിനുശേഷം നമുക്ക് തീരുമാനിക്കാം. അപ്പം ഞാനൊരു ബേസിക് ക്ലാസ്സിൽ ചെന്നു അന്ന് വൈകുന്നേരം തന്നെ. ആ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനും എൻ്റെ ടീച്ചർ പറഞ്ഞു, ഡു വൺ തിങ്, യു ഗോ ഫോർ ഇൻ്റർമീഡിയറ്റ് ലെവൽ. നോർമലി ഇതിപ്പോൾ നമ്മുടെ ഭരതനാട്യമൊക്കെ പഠിക്കുന്ന പോലെ തന്നെ അരങ്ങേറ്റമൊക്കെ ചെയ്യണ പോലെ തന്നെയാണ്. ബിക്കോസ് നമുക്ക് കുറേ സ്റ്റെപ്പുകളൊക്കെ പഠിച്ച് അതിൻ്റെ മൊഡ്യൂൾസൊക്കെ ആയിട്ട് പോയതിന് ശേഷമാണ് ബിഗിനർ, ഇൻ്റർമീഡിയറ്റ്, അഡ്വാൻസ്ഡ് അങ്ങനെ പല ലെവലിലുള്ള ക്ലാസ്സുകളുണ്ട് അവിടെ. അപ്പം ഞാൻ ദിവസമായിട്ട് വർഷങ്ങളായിട്ട് ഡാൻസ് കളിക്കുന്നതുകൊണ്ട് ഞാൻ ഭയങ്കര ഫാസ്റ്റ് ലേണർ ആയിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് അവിടേക്ക് ചെല്ലാൻ പറഞ്ഞു, അടുത്ത ലെവലിലേക്ക്. അപ്പോൾ അടുത്ത ലെവലിലെ ക്ലാസ്സിലേക്ക് ചെന്നു. അവിടെയാണ് നമ്മുടെ പവൽ ചേട്ടൻ ഉണ്ടായിരുന്നത്. അപ്പം എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പാവൽ അവിടെ കുറച്ചധികം നാൾ 6 months ആയിട്ട് പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പം പാവൽ ഇൻ്റർമീഡിയറ്റ് ആയിരുന്നു ഓൾറെഡി. അപ്പം ഞാൻ അവിടെ ചെന്നു. എനിക്കാണെങ്കിൽ ഭയങ്കര പോസിറ്റീവായിട്ടുള്ളൊരു എൻവയോൺമെൻറ്റ് ആട്ടോ. അതായത് എനിക്കിങ്ങനെ ബോയ് ഫ്രണ്ട്സ് ഒന്നും വേണ്ട, ലൈഫ് നല്ല അടിപൊളിയായിട്ട് സിംഗിൾ നല്ല രസമായിട്ട് എൻജോയ് ചെയ്ത് പോകുന്ന ഒരു സമയം. അപ്പം എനിക്കങ്ങനെ ചെറുക്കന്മാർ വേണമെന്നൊന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല. ഞാൻ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. ബാക്കിയുള്ള കളർ കറക്റ്റർ ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഐ എം ഗോണ യൂസ് സ്കിൻ കൺസീലർ. അതിൻ്റെ മുകളിൽ ഓൾമോസ്റ്റ് എല്ലാം കവറായി. കൺസീലർ യൂസ് ചെയ്യാണ്. എനിക്ക് മൾട്ടിപ്പിൾ ബ്രഷസ് ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ. എനിക്ക് ഞാൻ മൾട്ടിപ്പിൾ യൂസ് ചെയ്തില്ലെന്നേ ഉള്ളൂ. എനിക്കത്ര അണ്ടർ ഐ സർക്കിളൊന്നുമില്ല. അപ്പം ഞാനത് അവിടെ ഒന്നും ചെയ്യുന്നില്ല, കുറച്ച് ആർട്ടിഫിഷ്യലായിട്ട് തോന്നാതിരിക്കാൻ വേണ്ടി. അങ്ങനെ അവിടെ ബച്ചാത്തേക്ക് ജോയിൻ ചെയ്യുന്നു. ഞാൻ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കാര്യം അവിടെ ഓൾറെഡി ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ളവർക്കും ബിഗിനേഴ്സിനും ഒക്കെ നേരത്തെ ഉള്ളവർക്ക് അവർക്ക് ഓൾറെഡി കുറേ സ്റ്റെപ്പുകളൊക്കെ അറിയാം. നമ്മൾ കിടപിടിച്ച് പോകണം, വേഗം 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 പഠിച്ചെടുക്കണം. അപ്പോൾ ആ ദിവസം തൊട്ടുള്ള സ്റ്റെപ്സേ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മൾ പഠിച്ചാൽ മതി. അപ്പം ഞാനിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെയാണ്. അപ്പോൾ പാവൽ മാത്രമാണ് അന്ന് എൻ്റെ നോക്കി ഞാൻ മാത്രമാണ് അവിടെ ഒരു ഇന്ത്യക്കാരി ഉള്ളത്, മനസ്സിലായോ? ബാക്കി എല്ലാം ഇവിടുത്തെ ആൾക്കാരാണ്, അല്ലെങ്കിൽ വേറെ രാജ്യത്തെ ആൾക്കാരാണ്. അപ്പം ഞാൻ മാത്രമായിരുന്നു ഒരു ഇന്ത്യക്കാരിയായിട്ട് അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ പാവൽ എന്ത് കണ്ണടയൊക്കെ വെച്ചൊരു ഹാരി പോട്ടറിനെ പോലത്തെ ഒരു മനുഷ്യൻ. അപ്പം എന്നെ നോക്കി നമ്മളിങ്ങനെ സർക്കിളായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ പാർട്ട്ണറുകൾ ബോയ്സ് ഇങ്ങനെ കറങ്ങി 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 വരും, ഗേൾസ് അവിടെ തന്നെ നിൽക്കും. അപ്പോൾ ഓരോ സ്റ്റെപ്പിനും നമുക്ക് ഓരോ പാർട്ട്നേഴ്സിൻ്റെ കൂടെയാണ് നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് ക്ലാസ് പോകുന്നത്. അപ്പം നമ്മുടെ കൺസീലർ കുട്ടനെ നമ്മൾ ഇട്ട് കഴിഞ്ഞു. ഇനി ഫൗണ്ടേഷൻ ഒന്നും ഇഷ്ടമല്ല യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്രയും തന്നെ ധാരാളം മതി. പക്ഷെ ഞാനൊരു ഫൗണ്ടേഷനും കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. ഞാനിന്ന് യൂസ് ചെയ്യുന്നത് നമ്മുടെ ഡിയോറിൻ്റെ ഫൗണ്ടേഷനാണ് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത്. ഡിയോറിൻ്റെ ബാക്ക് സ്റ്റേജ് 4N എന്ന് പറഞ്ഞിട്ടുള്ള നമ്പറിലെ ബാക്ക് സ്റ്റേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫൗണ്ടേഷനാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, ഡിയോറിൻ്റെ കേട്ടോ. ലിക്വിഡ് ഫൗണ്ടേഷനാണ്, എനിക്ക് ഭയങ്കര കേക്കി ആയിട്ടിരിക്കേണ്ട. സോ ഐ തോട്ട് ഓഫ് യൂസിങ് ദിസ്. ഭയങ്കര ലിക്വിഡ് ഫോമാണ് ഇത്. കുറച്ച് എടുത്തിട്ടുള്ളൂ. അങ്ങനെ പാവല് നല്ലപോലെ അപ്പം ഭയങ്കര കാര്യമായിട്ട് എൻ്റെ അടുത്ത് ബിഹേവ് ചെയ്യുന്നുണ്ടായിരുന്നു. ആൻഡ് ഐ വാസ് ലൈക്ക് കൊള്ളാലോ. നമ്മളെ അങ്ങനെ വേറെ മെൻറ്റാലിറ്റിയോടുകൂടെ ഒന്നും അല്ല കേട്ടോ നമ്മൾ കണ്ടത്. നമ്മൾ എന്താ പറയുക, നമ്മൾ ആൾക്കാരെ കൂട്ട് കിട്ടില്ല, അപ്പം ഭയങ്കര സന്തോഷമാവില്ല. അപ്പം എൻ്റെ അടുത്ത് സ്റ്റെപ്സൊക്കെ പഠിപ്പിച്ചതിന് ശേഷം നമ്മളൊരു സോഷ്യൽ ഡാൻസ് പോലെ ഉണ്ടാവും. ആൻഡ് ഹി വാസ് ഡാൻസിങ് വെരി നൈസ്ലി വിത്ത് മീ. അതുപോലെ തന്നെ എല്ലാവരും കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഹി വാസ് ഒബ്സർവിങ് മീ, മേ ബി, എനിക്കറിയില്ല. ആൻഡ് ഇവർ വ്യാഴാഴ്ചയായിരുന്നു അന്ന് എൻ്റെ ക്ലാസ്. അപ്പോൾ ഈ വ്യാഴാഴ്ച ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഇവരെല്ലാ ഫ്രണ്ട്സും കൂടി, ക്ലാസ്സിലുള്ള എല്ലാ ഫ്രണ്ട്സും കൂടി ഒരു ജാസിൻ്റെ ഒരു കോൺസേർട്ട് പോലെ ഇവിടെ ഒരു സ്ഥലമുണ്ട്, അവിടെ എപ്പോഴും പോവാറുണ്ട്. അപ്പം ദേ വെയർ എബൌട്ട് ടു ഗോ ദെയർ. ആൻഡ് അപ്പം ഞാനും വേറൊരു പെണ്ണും കൂടെ അവിടെ വാതിക്കൽ നിൽക്കുന്നുണ്ട്. ആൻഡ് ഞങ്ങൾ വീട്ടിലേക്ക് ഒരു 10 മണിയൊക്കെ ആയിരുന്നു. അപ്പം ഞങ്ങൾ വീട്ടിലേക്ക് പോകാനായിട്ടുള്ള പുറപ്പാടിലാണ് നിൽക്കുന്നത്. അപ്പം എന്ത് പറ്റി, പാവല് പെട്ടെന്ന് ബാക്കി ഫ്രണ്ട്സിൻ്റെ കൂടെ നിൽക്കുകയാണ്. പാവല് ഭയങ്കര ഇൻട്രോവേർട്ടായിട്ടുള്ള ഗൈ ആട്ടോ, പക്ഷെ അമ്മ അവിടെ ഭയങ്കര എക്സ്ട്രോവേർട്ടായിരുന്നു. ആൻഡ് ഹി ആസ്ക്ഡ് മീ
ആൻഡ് ദി അതർ ഗേൾ അവിടെ എല്ലാവരുടെയും കൂടെ ജാസിന് വരുന്നുണ്ടോ? അപ്പം ഞാൻ പറഞ്ഞു, ഒട്ടനെ ഞാൻ പറഞ്ഞു യെസ് എന്ന്. എന്തുകൊണ്ടാന്ന് എനിക്കറിയില്ല, ഞാൻ അങ്ങനെയൊന്നും പടേന്ന് യെസ് പറയുന്നില്ല. അതൊരു നമ്മൾ ഡേറ്റിംഗ് അല്ല, അവിടെ കുറേ ആൾക്കാരായിട്ട് ഒരുമിച്ച് വേണം, അവർക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. ജസ്റ്റ് ചോദിച്ചു. അപ്പം ഞാൻ ഒട്ടനെ തന്നെ അങ്ങോട്ട് യെസ് പറഞ്ഞു. അതാണ് ദൈവനിമിത്തം എന്നൊക്കെ പറയില്ലേ. പക്ഷേ എൻ്റെ ജീവിതത്തിൽ നമ്മളിപ്പോൾ ഒരു ചെറുക്കനെ കാണുമ്പോൾ ഒരു അട്രാക്ഷനൊക്കെ തോന്നുമല്ലോ. അങ്ങനെ ഒരു അട്രാക്ഷനും ഇല്ലാത്തൊരു മനുഷ്യനെ എനിക്ക് അങ്ങനെയൊന്നും തോന്നിയില്ല. കാര്യം നമ്മളതൊരു ഡാൻസിന് പോയിരിക്കുന്ന സ്ഥലമല്ലേ. ഞാൻ വളരെ ഓണസ്റ്റ് ആയിട്ടാണ് യെസ് പറഞ്ഞത്, ഫണ്ണിന് വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഇവിടെയൊക്കെ വേണമെങ്കിൽ സെറ്റിംഗ് പൗഡർ കൊണ്ടിട്ട് സെറ്റ് ചെയ്യാം. എനിക്ക് സെറ്റിംഗ് പൗഡർ ഇട്ടാൽ കുറച്ച് കേക്കി ആവും, അതുകൊണ്ട് ഞാൻ സെറ്റിംഗ് പൗഡർ ഇട്ട് സെറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഡിയോറിൻ്റെ ഫൗണ്ടേഷനും കൺസീലറും ഒക്കെ യൂസ് ചെയ്ത് എൻ്റെ ആ പാടെല്ലാം പോയത് കണ്ടോ. ബട്ട് ഇറ്റ്സ് വെരി നാച്ചുറൽ അല്ലേ. അപ്പം ഇതാണ് എൻ്റെ ബേസ് ആയിട്ടുള്ളത്. ഇനി നമ്മൾക്ക് ചെയ്യാനുള്ളത് ഐ ഷാഡോ ആണ്. ഇത് ഹുഡ ബ്യൂട്ടിയുടെ എംപവേർഡ് എന്ന് പറഞ്ഞിട്ടൊരു ഐ ഷാഡോ പാലറ്റാണ്. ഞാൻ ഒത്തിരി വർഷമായി ഇത് യൂസ് ചെയ്യണു, പക്ഷേ ഇതുവരെ ഇതിന് ഒരു പ്രശ്നവും പറ്റിയിട്ടില്ല. ഇത് കണ്ടോ, അത്ര ഞാൻ യൂസ് ചെയ്തു, അടിപൊളിയാണ്. കുറേ നേരം നിൽക്കും. എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് കണ്ണ് ചെയ്യുന്നത് എന്നുള്ളത്. സോ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ഐ ഷാഡോ പാലറ്റ് സിൻസ് ഇയേഴ്സ്. ഇതിൽ മെയിനായിട്ട് ഇപ്പോൾ യൂസ് ചെയ്യുന്ന കളർ ഗെറ്റ് ഇറ്റ് എന്ന് പറഞ്ഞിട്ടൊരു കളറാണ്, ഒരു ബ്രിക്ക് ഷെയ്ഡാണ്. അപ്പോൾ അത് യൂസ് ചെയ്യാം. യെസ്, അങ്ങനെ ഞങ്ങൾ ജാസ് കോൺസേർട്ടിന് പോവാണ്. സിറ്റിയിലാണ്. ഐ ഷാഡോ ഞാനിങ്ങനെ ഫുള്ള് ഇതൊരു ബേസായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്കത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നല്ലപോലെ. അപ്പോൾ സിറ്റിയിലാണ് പോകുന്നത്. പാവൽ അത്ര 20-25 മിനിറ്റ് ബൈസിക്കിൾ ഓടിച്ചിട്ടാണ് ഈ ഡാൻസ് ക്ലാസ്സിൽ വരുന്നത്. അപ്പോൾ പുള്ളി നല്ല തണുപ്പുള്ള സമയം, ഐ തിങ്ക് ഒക്ടോബർ 20-ാം തീയതിയാണ്. അപ്പോൾ പുള്ളി അങ്ങനെ വരാമെന്ന് പറഞ്ഞു. ഇപ്പം ഞങ്ങൾ ബാക്കി എല്ലാവരും കൂടി ട്രെയിനിന് പോയി. പെട്ടെന്നാണ് നമ്മൾ അവിടെ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളായിട്ട് ഭയങ്കര കണക്ഷൻ ആവുന്നത്. അപ്പോൾ അവരവിടെ എത്തി. ഞാനും അവിടെ ഉണ്ടായിരുന്നു, വേറെ ആ കദ്രീന, അപ്പം ഞങ്ങൾ നല്ല ഫ്രണ്ട്സാണ്. ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. എന്നിട്ട് പാവലൊരു ബിയർ ഓർഡർ ചെയ്തു. ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് സംസാരിക്കുമായിരുന്നു. അപ്പോൾ ഇവർക്ക് ബച്ചാത്തേക്ക് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, ഇവർ കുറച്ച് ഫ്രണ്ട്സിൻ്റെ. അപ്പോൾ കദ്രീന ഇപ്പം എൻ്റെ അടുത്ത് പാവൽ നോർമലായിട്ടാണ് സംസാരിക്കുന്നത്, വേറൊരു മെൻറ്റാലിറ്റി ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് എന്തോ ഇങ്ങനെ എല്ലാവരെയും ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യണ സമയത്ത് കദ്രീന പറഞ്ഞ് ഇവളുടെ നമ്പർ മേടിക്കുന്നില്ലേ എന്ന് വെറുതെ ചോദിച്ചു, വളരെ കാഷ്വലായിട്ട്. അപ്പോൾ അവൾ എൻ്റെയും കൂടെ നമ്പർ മേടിച്ചു. ആൻഡ് ഹി ആഡഡ് മീ ഇൻ ടു ദ വാട്സപ്പ് ഗ്രൂപ്പ്. അങ്ങനെ ഞാൻ വാട്സപ്പ് ഗ്രൂപ്പിലായി. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ കുറച്ച് നേരം ചില്ല് ചെയ്തിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോയി. രാത്രി 1 മണിയൊക്കെ ആയിരുന്നു. ഞങ്ങൾ എന്നിട്ട് മെക്ഡോണൾഡ്സിൽ കയറിയിട്ടാണ് എന്തൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോയി. അപ്പം ഇത് തോന്നിയില്ല കേട്ടോ. അതുപോലെ തന്നെ പിന്നെ ഞങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പശ്ചാത്തേക്ക് പോകാൻ തുടങ്ങി. എല്ലാവരും പോകുന്ന പോലെ കാണും. അപ്പോൾ ഹി ഓൾവേസ് യൂസ് ടു ഡാൻസ്. അത് കഴിഞ്ഞിട്ട് എൻ്റെ കൂടെ ഈ സോഷ്യൽ ഡാൻസിൻ്റെ സമയത്ത് എൻ്റെ കൂടെ നല്ലപോലെ ഡാൻസ് കളിക്കും. അതിനുശേഷം പിറ്റേ വ്യാഴാഴ്ച ആയപ്പോഴത്തേക്കിനും ഇതുപോലെ ജാസിന് ഞങ്ങൾ പിന്നെയും പോയി കഴിഞ്ഞപ്പം എവിടെയോ ഞങ്ങൾ കുറച്ചധികം കോൺവെർസേഷൻ നടത്തിയ പോലെ ഒരു തോന്നൽ. അയ്യോ, അതിൻ്റെ ഇടയ്ക്ക് ഇത് മറന്നുപോയി. സോ വാട്ട് ഐ എം ഗോണ ഡു ഈസ്, ഞാനിത് വളരെ സിമ്പിളായിട്ടുള്ളൊരു മേക്കപ്പാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ എൻ്റെ ഐ ഷാഡോയുടെ ബേസ് കഴിഞ്ഞു. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ഐലൈനർ ചെയ്യാൻ പോവാണ്. ഞാൻ വേറെ അധികം ഐ ഷാഡോ ഒന്നിട്ട് ഇതിനെ ഇതാക്കുന്നില്ല, ഇത്രയേ ഉള്ളൂ. ഒരു കാജലാണ്. ഇത് കെ ബ്യൂട്ടിയുടെ ഒരു ബ്രൗൺ കളർ കാജലാണ്. ഇത് ബ്രൗൺ കളർ, അത്രേ ഉള്ളൂ. കെ ബ്യൂട്ടിയുടെ കേട്ടോ, ഞാൻ നാട്ടിൽ നിന്ന് മേടിച്ചതാണ്. അപ്പോൾ അത് ഞാൻ ഇങ്ങനെ കണ്ണ് ക്ലോസ് ചെയ്ത് വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഇങ്ങനെ കുറച്ച് ഇങ്ങനെ വലിച്ചു പിടിച്ചിട്ട് ഞാൻ ഇങ്ങനെയാണ് കണ്ണെഴുതുക, ഈ അറ്റം വരെ. ഞാനിപ്പം ഓഫീസിലൊക്കെ പോകുമ്പോഴും ഇങ്ങനെ കണ്ണെഴുതാറുണ്ട്. ഒരിടയ്ക്ക് ഞാൻ കണ്ണെഴുതൽ നിർത്തിയായിരുന്നു, പക്ഷെ ഇപ്പം ഞാൻ പിന്നെയും കണ്ണെഴുതാൻ തുടങ്ങി. അപ്പം ഇവിടെയും ഈ ബ്രൗൺ ആയതുകൊണ്ട് ഭയങ്കര ലൈറ്റാണ് ഷെയ്ഡ്. പിന്നെ അത് തന്നെയല്ല, ഇത് നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്. നാട്ടിലൊക്കെ പോകുന്നവർ ഇത് മേടിച്ചാൽ നല്ലതാണ്. ഇത് ഇറ്റ്സ് ലൈക്ക് പ്രിറ്റി ലോങ് ലാസ്റ്റിംഗ്. ഇത് കൈയൊന്നും തൊട്ട് കഴിഞ്ഞാൽ അങ്ങനെ പോകത്തില്ല, സ്മഡ്ജ് ചെയ്യത്തില്ല, വൈകുന്നേരം വരെ ഇരിക്കുന്ന പോലെ തന്നെ ഇരുന്നോളും.
സോ നമ്മുടെ കണ്ണ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ്. ഇടയ്ക്ക് ഞാൻ ഒട്ടും അടിയിൽ മാത്രമേ ഞാൻ കണ്ണെഴുതുള്ളായിരുന്നു. ഇപ്പം ഞാൻ മുകളിലും ഒക്കെ എഴുതും. ഞാനിട്ട് അതുപോലെ തന്നെ കണ്ണ് വലിച്ചു പിടിച്ചിട്ട് ഇത് ഇത്രയും മാത്രം, നത്തിങ് മച്ച്, അടിയിൽ മാത്രം ഹാഫ് വരെ. ഇതിപ്പോൾ നിങ്ങൾക്ക് പുറത്തേക്കൊക്കെ പോകാൻ ഇതേ മേക്കപ്പ് യൂസ് ചെയ്യാം കേട്ടോ. ഇത് കെ ബ്യൂട്ടിയുടെ ഇപ്പം നാട്ടിലൊക്കെ പോകുന്നവരുണ്ടെങ്കിൽ മേടിച്ചോളൂ, വെരി ഗുഡാണ്, വേർത്താണ്. ഞാൻ ഇത്രയും എഴുതുമ്പോൾ തന്നെ ഭയങ്കര ഡിഫറൻസ് ആണ് കണ്ണിൽ. സെറ്റ് കഥ അവിടെ ഉണ്ട് കേട്ടോ, ഞാൻ പറയാം. എനിക്കതിങ്ങനെ കഥ ഇരുന്ന് പറയാൻ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. സോ ഐ തോട്ട് എന്തുകൊണ്ട് ഇങ്ങനത്തെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീയിലൂടെ കഥ പറയാം. ഞങ്ങൾ അങ്ങനെ പിന്നെ പതിയെ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരുമായിട്ട് പുറത്ത് പോകാൻ തുടങ്ങി, ബച്ചാത്തേക്ക് പോകാൻ തുടങ്ങി. ഫ്രൈഡേയ്സ് നമുക്ക് ബച്ചാത്ത പാർട്ടീസ് ഉണ്ട്, അതിന് പോകാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കുറച്ച് അടുക്കുന്നുണ്ടെന്ന് ഞങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാവരും കുറച്ച് സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഞങ്ങൾക്കും അങ്ങനെ തോന്നി തുടങ്ങിയത്. പക്ഷെ നമ്മളങ്ങനെ ഡീപ്പായിട്ടുള്ളൊരു കോൺവെർസേഷനും കാര്യങ്ങളൊക്കെ ഭയങ്കര അങ്ങനെ അധികമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞങ്ങൾ തമ്മിൽ നല്ല ഇഷ്ടത്തിലായിരുന്നു. മൂൺ സ്റ്റോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐ ഷാഡോ ഗ്ലിറ്റർ യൂസ് ചെയ്യാൻ പോവാണ്. കൈകൊണ്ടാണത് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കും. ഭയങ്കര അടിപൊളിയാണ്. വൈകുന്നേരം അതുപോലെ തന്നെ ഇരുന്നോളും. ഭയങ്കര ഗ്ലിറ്ററി അല്ല, അതായത് ഇങ്ങനെ ഭയങ്കര ഓവറായിട്ടുള്ള ഗ്ലിറ്റർ അല്ല, പക്ഷെ ഒരു ഭയങ്കര എലഗൻ്റ് ആയിട്ടുള്ളൊരു ഗ്ലിറ്ററാണ്. മൂൺ സ്റ്റോൺ മേടിച്ചോളൂ കേട്ടോ. ഗ്ലോബസിലൊക്കെ മേടിക്കാൻ കിട്ടും, നാട്ടിൽ ഇപ്പം ഓൺലൈനിലൊക്കെ മേടിക്കാൻ കിട്ടുമായിരിക്കും. സോ ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ ഐ മേക്കപ്പ് എന്ന് പറയുന്നത് കേട്ടോ. ദിസ് ഈസ് മൈ ഐ മേക്കപ്പ്. ഞാൻ പീരിക ഒന്നും ചെയ്യാറില്ല നോർമലി, പക്ഷേ ഇന്ന് വ്ളോഗിന് വേണ്ടിയിട്ട് ഐ എം ഗോണ ഡു എ സ്മോൾ തിങ്. പറയാം, ത്രെഡ് ചെയ്യാത്തത് കൊണ്ട് 24 hour ബ്രോ സെറ്റർ ബെനിഫിറ്റിൻ്റെ ഇത് ഞാൻ യൂസ് ചെയ്യാൻ പോവാണ്. ഇങ്ങനെ ഐബ്രോസ് ജസ്റ്റ് ഒരു ഗമ്മാണ്, അതൊന്ന് ഷേപ്പ് കൊടുക്കുന്നു. ഇപ്പം ഐശ്വര്യലക്ഷ്മിയുടെ ഒക്കെ കണ്ടിട്ടില്ലേ, അവരൊക്കെ ഇങ്ങനെയാണ് സ്പ്രെഡ് ചെയ്ത് നല്ല വൃത്തിയാക്കി വെക്കുന്നത്. ഇതിൽ കളറൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് സ്പ്രെഡാക്കി വെക്കുന്നുണ്ടെന്നേ ഉള്ളൂ. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞങ്ങൾ നല്ലപോലെ കുറച്ചൊന്നും അടുത്തത്. രാവിലെ ഇവിടെ സിറ്റിയിലാണ് താമസിച്ചിരുന്നത്. ഞാനിവിടെ സിറ്റിയിൽ തന്നെ വേറൊരു സ്ഥലത്ത് ഒറ്റയ്ക്കാണ് താമസിച്ചുകൊണ്ടിരുന്നിരുന്നത്. ഞാൻ യൂസ് ചെയ്യുന്നത് ബോബി ബ്രൗൺ തന്നെ ക്ലാരറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്ലഷാണ്. ഇത് നമുക്ക് ലിപ്പിലും യൂസ് ചെയ്യാം കേട്ടോ. അങ്ങനെ പൗഡറി കൈൻഡ് ഓഫ് ഒരു ബ്ലഷാണ്. സോ നമുക്കൊന്ന് യൂസ് ഇറ്റ് ഹിയർ. ചെറുതായിട്ട് ഇങ്ങനെ ഇച്ചിരി എടുത്തിട്ട് നമുക്കൊന്ന് യൂസ് ചീക്കിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ യൂസ് ചെയ്യണം. അങ്ങനെ ഞങ്ങൾ നല്ലപോലെ അടുത്തു, ഞാനും പവലുമായിട്ട്. അതിന് ശേഷം ആണ് എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മാസത്തിനുള്ളിൽ തന്നെ ഞങ്ങളിങ്ങനെ ഐ ലവ് യു ഒന്നും പറഞ്ഞിട്ടൊന്നും ഇല്ല കേട്ടോ. പക്ഷെ ഒരു മാസത്തിനുള്ളിൽ തന്നെ പാവലിൽ മെക്സിക്കോയിലേക്ക് പോയിരുന്നു. അപ്പോൾ ഞാൻ പാവല് നവംബറിൽ പോവുകയാണെങ്കിൽ ഞാൻ ഡിസംബറിൽ നാട്ടിലേക്കും പോയിരുന്നു. പാവല് പോകുന്ന ഒരു മാസത്തേക്കാണ്, ആൻഡ് ഞാനും പോകുന്നത് ഒരു മാസത്തേക്കാണ്. ബൈ ദ ടൈം പാവല് ഇവിടെ തിരിച്ച് വരുമ്പോഴത്തേക്കിനും ഞാൻ പോയിട്ടുണ്ടാവും. എവിടെ? ഇന്ത്യയിൽ. ഒരു മാസം കഴിഞ്ഞിട്ട് പിന്നെ വരുള്ളൂ. അപ്പം നമ്മളിവിടെ ഇങ്ങനെ കുറേ പേരൊക്കെ ഡേറ്റൊക്കെ ചെയ്താണല്ലോ, ചുമ്മാ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ പോകാനായിട്ടും ഭക്ഷണം കഴിക്കാനൊക്കെ ആയിട്ട് പോയി നമ്മൾ അതങ്ങ് വിട്ടുപോകാറാണ് പതിവ് നോർമലി. ആ ഒരു വർഷം എൻ്റെ ഒരു അടിപൊളി വർഷമായിരുന്നു. ഞാൻ എല്ലാവരുടെ അടുത്തും ഡേറ്റ് ചെയ്യുന്നവരുടെയൊക്കെ അടുത്തും ഞാനായിരുന്നു കോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. നമുക്കിങ്ങനെ ലൈഫിലിങ്ങനെ ഭയങ്കര സിമ്പിളായിട്ട് ഈസി ആയിട്ട് നമ്മൾ പോലും അറിയാതെ ഒരാൾ വന്നത് ആദ്യമായിട്ടാണ് കേട്ടോ എൻ്റെ ലൈഫിൽ. അത് ഡെസ്റ്റിനിന്ന് തന്നെ വേണമെങ്കിൽ പറയാം. എന്നിട്ട് പുള്ളി ഇവിടുന്ന് ആംസ്റ്റർഡാമിൽ പോയിട്ട് അവിടെ നിന്നാണ് മെക്സിക്കോയിലെ ആൾ പോകുന്നത്. ഞാൻ ഇത് വരുമ്പോഴത്തേക്കിനും അങ്ങനെയൊന്നും ഉണ്ടാവില്ലായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ അതിന് മുമ്പാണെങ്കിലും പാവല് ഞങ്ങൾ പരിചയപ്പെട്ട് 2ാമത്തെ ആഴ്ച എങ്ങാണ്ടും പാവല് ബെർലിനിൽ പോയായിരുന്നു. അപ്പോഴും പുള്ളി എനിക്ക് ഫേസ്ബുക്കിലൊക്കെ ഇങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ട്. അതായത് എനിക്ക് അന്ന് WMCയുടെ ഒരു ഡാൻസ് ഈവൻ്റ് ഉണ്ടായിരുന്നു. അപ്പം പാവലിങ്ങനെ ഇടയ്ക്ക് ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഹെൽപ്പ് ചെയ്താണേ എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പം ഞാനിങ്ങനെ വിളിച്ചു, എനിക്ക് ഇങ്ങനത്തെ ഒരു സംഭവം ഇതുവരെ എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടില്ലല്ലോ. പക്ഷെ ആൾ
ഭയങ്കര രസമായിട്ട് അത് ഹാൻഡിൽ ചെയ്യണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് മെക്സിക്കോയ്ക്ക് പോകുന്നത്. അപ്പോൾ ഞാൻ ഇവിടുന്ന് ആംസ്റ്റർഡാമിൽ പോയപ്പോൾ ട്രെയിൻ കയറ്റി വിട്ടു. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്നാണ് അവർ മെക്സിക്കോന് പോകുന്നത്. പവലും ബെസ്റ്റ് ഫ്രണ്ടും കൂടിയാണ് പോയത്. മെക്സിക്കോയിൽ നിന്ന് അറിയാലോ, ഒരു മാസം അവിടെ നല്ല അടിപൊളി പിള്ളേരും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമാണല്ലോ. പക്ഷേ പുള്ളി എല്ലാ ദിവസവും എന്നെ മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു, ഞാനാണെങ്കിലും മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു. എനിക്ക് നല്ല രീതിയിൽ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. പുള്ളിക്ക് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു എന്ന് തോന്നുന്നു, എനിക്കറിയില്ല. അങ്ങനെ ഞാൻ നാട്ടിലേക്ക് പോയപ്പോഴത്തേക്കും പുള്ളി തിരിച്ചിവിടെ എത്തി. അപ്പോൾ 2 മാസം ഞങ്ങൾ കണ്ടിട്ടില്ല. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് 2 months നമ്മൾ കണ്ടിട്ടില്ല. അങ്ങനെ തിരിച്ച് പിന്നെ നാട്ടിലും എന്നെ എല്ലാ ദിവസവും എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ അവിടെ എത്ര വലിയ പബ്ബിലും പാർട്ടിയിലും ഒക്കെ പോയാലും രാത്രി വന്നിട്ട് എന്നെ വിളിക്കുമായിരുന്നു. സമയം അത്ര വ്യത്യാസം ഉണ്ടെങ്കിലും. അപ്പം ഞാൻ ആലോചിച്ചു, നമ്മൾ ഡേറ്റിംഗ് അല്ലേ ഉള്ളൂ, പുള്ളി നല്ല പോലെ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇപ്പം എൻ്റെ ലൈഫിൽ ഇങ്ങനെ ഒരു എഫേർട്ട് എടുത്ത് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. ഒരാൾ ഒരു ട്രൂ ആയിട്ടൊക്കെ തോന്നും നമുക്ക്. അതിങ്ങനെ ഒന്നിനും വേണ്ടിയല്ല, മനസ്സിലായത്. അതെന്തോ കണ്ടിട്ട് ഉള്ള ഒരു ഭയങ്കര ഒരു ഹിറ്റ് ഉണ്ടായിരുന്നു. അത് എന്താണെന്ന് നമുക്ക് മനസ്സിലാവുണ്ടായിരുന്നില്ല. നമുക്ക് നല്ല അടിപൊളി ബന്ധങ്ങളൊക്കെ അതിന് മുമ്പുള്ളായിരുന്നത് കൊണ്ട് നമുക്ക് ഇങ്ങനത്തെയൊക്കെ ഒരാൾക്കാരൊക്കെ ഈ ലോകത്ത് ജീവിച്ചിരിപ്പുണ്ടോ എന്ന് തന്നെ നമുക്ക് ഭയങ്കര ഡൗട്ടായിട്ടുള്ളൊരു സമയത്തിൽ കൂടിയൊക്കെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരുന്നത്. മനസ്സിലായോ? അപ്പോൾ നമ്മുടെ ബ്ലഷ് കഴിഞ്ഞു. ദിസ് ഈസ് ഹൗ ഇറ്റ് ലുക്സ്. വളരെ സിമ്പിളായിട്ടാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. വെരി 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 സിമ്പിൾ. ഞാനിനി യൂസ് ചെയ്യാൻ പോകുന്നത്, ഇവിടെ ഞാൻ കോണ്ടോറൊന്നും ചെയ്യുന്നൊന്നുമില്ല. ബിക്കോസ് എനിക്ക് ഇപ്പം അതിൻ്റെ ഇത് ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു മേക്കപ്പ് അല്ല. അപ്പോൾ കോണ്ടോർ ഒന്നും ചെയ്യുന്നില്ല. ഞാൻ അതിന് മുമ്പ് മസ്കാര ഇടാൻ പോവാണ്. യൂസ് ചെയ്യുന്നത് ഹുഡ ബ്യൂട്ടിയുടെ 1 Coat Wow എന്ന് പറഞ്ഞിട്ടുള്ളൊരു മസ്കാരയാണ് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത്. വ്യത്യാസം കണ്ടോളൂ കേട്ടോ. ആർട്ടിഫിഷ്യൽ ഐലാഷ് വെച്ച പോലെ തന്നെ നമുക്ക് തോന്നും. ഞാൻ ഇത് മേടിച്ചപ്പോൾ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് ദിസ് ഇസ് വൺ ഓഫ് ദി മോസ്റ്റ് ഫേവറേറ്റ് മസ്കാറാസ് ഐ എവർ ബോട്ട്. ഇത് കണ്ടോ, ഇത്ര ഇതടിച്ചപ്പോൾ തന്നെ ഭയങ്കര രസമായിട്ട് വന്നിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ഐലാഷ് ഒന്നും വെക്കേണ്ട കാര്യമില്ല. അതെ, എന്നിട്ട് ഞാൻ നാട്ടിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ പുള്ളി എന്നെ എയർപോർട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ട് വരാൻ വന്നിരുന്നു. അതൊന്നും പുള്ളി അങ്ങനെയൊന്നും ചെയ്യുന്ന ഒരാളല്ല, പക്ഷെ അങ്ങനെ വന്നിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളൊരു ലൈഫ് അങ്ങോട്ട് തുടങ്ങി. എല്ലാ ഫ്രൈഡേയ്സും നമുക്ക് ബച്ചത്തെ പാർട്ടീസും കാര്യങ്ങളും, ഭയങ്കര എപ്പോഴും പുറത്ത് പോകലും. അന്ന് എനിക്ക് അധികം പ്രോജക്ട്സ് ജോലികളൊന്നും ഇല്ലാത്തത് കൊണ്ട് നല്ലപോലെ ഞാൻ എൻജോയ് ചെയ്തായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഇഷ്ടമാണോ എന്ന് ചോദിക്കുന്നു, ഞാൻ ഇഷ്ടമാണെന്ന് പറയുന്നു. പക്ഷെ എന്നാലും നമ്മൾ ഇതൊക്കെ വർക്കൗട്ട് ആവുമെന്നൊന്നും നമുക്കറിയില്ല, എന്നാലും ഇഷ്ടമാണെന്ന് പറയണു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പാവൽ കണ്ട് ലേസർ ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ 1 വർഷത്തോളം 2 പേര് 2 വീട്ടിൽ തന്നെയാണ് താമസിച്ചുകൊണ്ടിരുന്നിരുന്നത് കേട്ടോ. ഞങ്ങൾ റിലേഷൻഷിപ്പായിട്ടും ഓൾമോസ്റ്റ് 1 വർഷം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങിയത്. അല്ലെങ്കിൽ ഞാൻ പാവലിൻ്റെ വീട്ടിലും പാവൽ എൻ്റെ വീട്ടിലുമായിട്ടാണ് ഞങ്ങൾ അങ്ങോട്ടും മാറി നിന്നിരുന്നത്. പവലിനൊരു ലേസർ ട്രീറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു കണ്ണിൽ. ആ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് 4-5 ദിവസം കണ്ണ് കാണത്തില്ലായിരുന്നു, റെസ്റ്റ് എടുക്കണമായിരുന്നു. ഞാനാണ് പുള്ളീനെ നല്ലപോലെ നോക്കിയത്. അങ്ങനെ പവൽ ആ സമയത്ത് പവലിൻ്റെ പാരൻസുമായിട്ട് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യിപ്പിച്ചു. അത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അവർ ഭയങ്കര നല്ല ക്യൂട്ടായിട്ട് എന്നെ ആദ്യമായിട്ട് കാണുന്നു, വീഡിയോ കോളിൽ കാണുന്നു. അപ്പോൾ എനിക്ക് തോന്നി ദിസ് ഈസ് ഗെറ്റിംഗ് സംവെയർ. അപ്പോൾ അവളിന് എപ്പോഴും ഒരു പേടി ഉണ്ടായിരുന്നു, ഇതൊക്കെ എവിടെയാണ് ചെന്നെത്തുക. എനിക്കുണ്ടായിരുന്നു. പിന്നെ അതങ്ങനെ അങ്ങ് പോയി. പിന്നെ എനിക്ക് റിഹേഴ്സൽസ് ഉണ്ടായിരുന്നു ആ സമയത്ത്. ജാനുവരി തൊട്ട് ജൂൺ വരെ എനിക്ക് കോമ്പറ്റീഷൻ്റെ പ്രാക്ടീസ് ഉണ്ടല്ലോ. അപ്പോൾ ആ റിഹേഴ്സലിൻ്റെ സമയത്തൊക്കെ രാവിലെ എനിക്ക് സ്മൂത്തിയൊക്കെ വെച്ച് എന്നെ വിടുന്നു. പ്രപ്പോസ് ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ആദ്യം ഇഷ്ടമാവും, പിന്നെ ലിവിങ് ടുഗെദർ ആവും. അത് തന്നെ വലിയൊരു കമ്മിറ്റ്മെൻറ്റാണ്. അത് കഴിഞ്ഞിട്ടാണ് പ്രപ്പോസ് ചെയ്യുന്നത്, അത് കഴിഞ്ഞിട്ടാണ് കല്യാണം. അതൊക്കെ കുട്ടികളൊക്കെ ഉണ്ടായാലൊക്കെയാണ് ഇവിടെ കല്യാണം കഴിക്കുക. അപ്പോൾ ഈ നമ്മുടെ നാട്ടിലെ പോലെ കണ്ടു ഇഷ്ടപ്പെട്ടു കല്യാണം കഴിച്ചു ആ ഒരു സാധനമല്ല. ഒരുമിച്ച് ജീവിച്ചതിന് ശേഷം മാത്രമേ ഇവർ ലൈഫിൻ്റെ അടുത്തൊരു സ്റ്റെപ്പൊക്കെ എടുക്കുള്ളൂ. അപ്പം നാട്ടിലൊക്കെ ഇത് ഭയങ്കര ഇതായിരിക്കും. പക്ഷേ ഇവിടുത്തെ ഉള്ള ഒരാളെ നമ്മൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇവിടുത്തെ രീതിയിൽ തന്നെ നമ്മൾ പോയേ പറ്റും. അപ്പോൾ എനിക്കും അതിനോട് തന്നെയായിരുന്നു താല്പര്യം. അപ്പം ഞാൻ ഇങ്ങനെ പവൽ എന്നെ നല്ലപോലെ ടേക്ക് കെയർ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ആ സമയത്ത് പവലൊരു ബൈക്ക് മേടിച്ചു.
ബൈക്ക് മേടിച്ചു കഴിഞ്ഞപ്പം എനിക്കും ഹെൽമെറ്റ് മേടിച്ചു. അപ്പോൾ എന്നെ എല്ലായിടത്തും കൊണ്ടുപോകുന്നു, കൊണ്ടാക്കുന്നു. ഇതൊക്കെ എനിക്ക് എൻ്റെ ലൈഫിൽ ഭയങ്കര പുതിയതായിട്ടുള്ള കാര്യങ്ങളാട്ടോ. നമ്മളൊരാൾ ഭയങ്കരമായിട്ട് ടേക്ക് കെയർ ചെയ്യുന്നു എന്നുള്ളത്, അതും ട്രൂ ആയിട്ട് ടേക്ക് കെയർ ചെയ്യുന്നു എന്നുള്ളത് ഭയങ്കര എനിക്ക് പുതിയൊരു കാര്യമായിരുന്നു. ഇനി നമുക്ക് ലിപ്സ്റ്റിക്കിലേക്ക് പോകും. നിക്സിൻ്റെ ലിപ്സ്റ്റിക്കാണ് ഞാനിന്ന് യൂസ് ചെയ്യാൻ പോകുന്നത്. മാറ്റ് ലിപ്സ്റ്റിക്കാണ്. ഇതിൻ്റെ കോഡ് എന്താണെന്ന് വെച്ചാൽ LXXL08 സ്ട്രാപ്സ് ഓഫ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു നെയിമാണ്. പക്ഷെ അടിപൊളിയായിട്ടും ഞാൻ ഈ ഇടയായിട്ട് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ലിപ്സ്റ്റിക്കാണ്. ഇതെൻ്റെ ലിപ്സ്റ്റിക് കളക്ഷനിൽ ഇല്ല, ഇതെൻ്റെ പുതിയൊരു ആഡ് ഓൺ ആണ്. രാവിലെ ഇട്ട് കഴിഞ്ഞാൽ പതിരാത്രി വരെ ഇതിങ്ങനെ ഇരുന്നോളും. മുഖം നല്ല ബ്രൈറ്റ് ആക്കും. മേക്കപ്പിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല, അല്ലാതെ തന്നെ മുഖം നല്ല ബ്രൈറ്റ് ആക്കിയുള്ള ഒരു അടിപൊളി ലിപ്സ്റ്റിക്കാണ്. ഇങ്ങനെയാണ് അത് യൂസ് ചെയ്യുന്നത്, ഇങ്ങനെയാണ് അതിരിക്കുന്നത്. ആൻഡ് ഐ എം ഗോണ യൂസ് ഇറ്റ്. മേക്കപ്പ് റിമൂവർ വെച്ച് കളഞ്ഞാൽ മാത്രമേ ഇത് പോകുള്ളൂ കേട്ടോ. This is how it is. അങ്ങനെ ഇരിക്കുകയാണ്. എൻ്റെ ഡാൻസ് കോമ്പറ്റീഷൻ്റെ 2 ദിവസം മുമ്പ് പാവലിൻ്റെ പപ്പ നമ്മുടെ വീട്ടിലേക്ക് വന്നത്. അന്ന് പാവലിൻ്റെ വീട്ടിൽ വന്നത്. അപ്പം എന്നെ രാവിലെ കൊണ്ടാക്കി. ആദ്യത്തെ ദിവസം, രണ്ടാമത്തെ ദിവസം രാവിലെ കൊണ്ടാക്കി. ഉച്ചയായപ്പോഴത്തേക്കിന് പാവലിൻ്റെ പപ്പയ്ക്ക് ചെറിയൊരു ഹാർട്ട് അറ്റാക്ക് കാര്യങ്ങളൊക്കെ വന്നു. അപ്പം ഞാൻ കോമ്പറ്റീഷൻ്റെ ഇടയിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നു. അവിടെ ഭയങ്കര സിറ്റുവേഷൻസ് ആയിരുന്നു. പക്ഷേ അന്ന് ഞാൻ പാവലിൻ്റെ കൂടെ നിന്ന ഒരു സിറ്റുവേഷനുണ്ട്. അതങ്ങ് കഴിഞ്ഞതിന് ശേഷം പാവല് പറഞ്ഞു ലെറ്റ്സ് മൂവ് ഇൻ ടുഗദർ എന്ന് പറഞ്ഞു. അതായിരുന്നു ഞങ്ങളുടെ ഒരു എക്സാമിനേഷൻ ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഞങ്ങൾ ഒരുമിച്ച് നിന്ന ഒരു സിറ്റുവേഷൻ. അപ്പോൾ അതിൽ ഏറ്റവും തകർന്നൊരു മൊമെൻറ്റും എനിക്ക് കൂടെ ഏറ്റവും കൂടുതൽ നിൽക്കാൻ പറ്റിയൊരു മൊമെൻറ്റും. അങ്ങനെ പാവൽ ആ വീട്ടിൽ നിന്നും എൻ്റെ വീട്ടിലേക്ക് മാറുമായിരുന്നു. അവിടെ നിന്നാണ് പിന്നെ ഞങ്ങൾ ഇപ്പോൾ ഈ അപ്പാർട്ട്മെൻറ്റിലേക്ക് മാറിയിരിക്കുന്നത്. പാവൽ സിറ്റിയുടെ സെൻറ്ററിലായിരുന്നു. പക്ഷേ എനിക്ക് ആ അപ്പാർട്ട്മെൻറ്റ് ഭയങ്കര ഇഷ്ടമില്ലായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ പുതിയൊരു അപ്പാർട്ട്മെൻറ്റ് കിട്ടുന്നവരെ എൻ്റെ വീട്ടിലേക്ക് മാറാമെന്ന് കരുതി. അങ്ങനെ ആണ് നമ്മൾ ഒരുമിച്ച് താമസിക്കാൻ ഒഫീഷ്യലി ഗവൺമെൻറ്റിൽ നമ്മുടെ അഡ്രസ്സ് ഒരുമിച്ചാക്കിയത്. അങ്ങനെ എൻ്റെ മേക്കപ്പ് ഇത്രയും കഴിഞ്ഞിരിക്കുകയാണ്. വളരെ സിമ്പിളായിട്ട് നമ്മൾ ഒരുങ്ങുന്നതാണ് ഞാൻ കാണിക്കുന്നത്. ജസ്റ്റ് ഞാൻ മുടി അങ്ങനെ ചെയ്യാറില്ല. സോ അതിൽ ഇവിടെ I'll do a clip like this. ഓപ്പൺ ആക്കി ഇടുവാണ്. ഇങ്ങനെ ജസ്റ്റ് വെച്ചിട്ട് put it like this. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞങ്ങൾ ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങി. പിന്നെ ഞങ്ങൾ ആ വർഷം ബാലിയിൽ പോയി. 1 വർഷമായിരുന്നു. പിന്നെ ഞങ്ങൾ ബാലിയിൽ പോയി. പിന്നെ ആദ്യമായിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ പാവലിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. പാവലിൻ്റെ വീട്ടിൽ വരുന്നു. പക്ഷെ ഞങ്ങൾ ഓൾമോസ്റ്റ് 2.5 ഇയേഴ്സോളം ലിവ് ഇൻ ടുഗെദർ ചെയ്തിട്ടാണ് ഞങ്ങൾ കല്യാണം കഴിക്കുന്നത്. പക്ഷെ പാവൽ 2nd ഇയർ പ്രപ്പോസ് ചെയ്തായിരുന്നു ഞങ്ങൾ നാട്ടിൽ ചെന്നപ്പോഴത്തേക്കിനും. പാവൽ പോളണ്ടുകാരനാണ്. അപ്പം ഇവർക്ക് കുറച്ച് കല്യാണം കാര്യങ്ങളിലൊക്കെ വിശ്വാസമുള്ള ആൾക്കാരാണ്. പാവലിന് ഇതൊന്നും വേണ്ട എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിൽ നിൽക്കുന്ന ഒരാളായിരുന്നു. പക്ഷേ അറ്റ് ലാസ്റ്റ് എൻ്റെ ലൈഫിലേക്ക് ആ വ്യക്തി വന്നു. ഇതാണ് ഞങ്ങളുടെ ചെറിയ കഥ. പക്ഷേ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ ലൈഫിൽ നമ്മൾ ഭയങ്കര പോസിറ്റീവായിട്ടിരിക്കുന്ന സമയത്ത്, അതായത് നമ്മൾ ഡെസ്പറേറ്റ് ആയിട്ട് ഒരാൾക്ക് വേണ്ടി സെർച്ച് ചെയ്യാതിരിക്കുന്ന ഒരു മൊമെൻറ്റ്, ആ ഒരു സമയത്ത് നമ്മുടെ ലൈഫിലേക്ക് വരുന്നതായിരിക്കും ഭയങ്കര പ്രഷ്യസ് ആയിട്ടുള്ള ഒരു, നമ്മൾ പോലും അറിയാതെ ഒരു കഥ നനയ്ക്കാതെ എഫേർട്ട് ഇടാതെ എഫേർട്ട്ലെസ്ലി ആ ഒരു പോസിറ്റീവ് എൻവയോൺമെൻറ്റിൽ നമ്മുടെ അടുത്തേക്ക് വരുന്ന ഒരു സംഭവമാണ് നമ്മുടെ ജീവിതത്തിൽ വളരെ നന്നായിട്ട് നിൽക്കുന്നതെന്ന് എനിക്ക് തോന്നി. ഐ എം സൂപ്പർ ഹാപ്പി ആൻഡ് താങ്ക്ഫുൾ ടു ദ യൂണിവേഴ്സ് ആൻഡ് ഗോഡ്. ഈ ഒരു നല്ലൊരു ലൈഫ് ഇങ്ങനെ പോന്നു. അതുപോലെ തന്നെ പാവൽ സോഫ്റ്റ്വെയർ എൻജിനീയറാണ് ഇവിടെ. അപ്പോൾ അതാണ് പുള്ളിയുടെ പ്രൊഫഷൻ. നല്ല ഫാമിലി ആൻഡ് എല്ലാം കൊണ്ടും
അടിപൊളിയായിട്ട് അങ്ങനെ ജീവിതം മുമ്പോട്ട് പോകുന്നു. എൻ്റെ എല്ലാ പാഷനെയും സപ്പോർട്ട് ചെയ്യുന്ന, എൻ്റെ ഞാൻ പോലും അറിയാത്ത എൻ്റെ കുറേ ആഗ്രഹങ്ങൾ പുറത്തേക്ക് വന്ന, സമാധാനത്തിനെയും പീസിനെയും ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനൊക്കെ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇപ്പം ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. നോ പറയേണ്ടടുത്ത് നോ പറയാനൊക്കെ എനിക്കിപ്പം ഭയങ്കര സുഖമായിട്ട് പറ്റും. കട്ട് ചെയ്ത് മാറ്റേണ്ടടുത്ത് കട്ട് ചെയ്ത് മാറ്റാൻ പറ്റും. ജനങ്ങൾ എന്ത് കരുതുന്നു എന്ന് ആലോചിക്കാത്തൊരു ഒരു ഒരു ഭയങ്കര ഫ്ലോട്ടിങ് ലൈഫല്ലേ, ആ ഒരു ലൈഫ് എല്ലാവർക്കും ഉണ്ടാവും. ഞാൻ വിചാരിച്ചു ഫെയറി ടെയിലിൽ മാത്രമേ ഉള്ളൂ എന്ന്. പക്ഷേ ഇല്ല, എനിക്ക് വളരെ ഹാപ്പി ആയിട്ട് ഇങ്ങനെ പോകുന്നു. ടച്ച് വുഡ് ഇങ്ങനെ അങ്ങ് പോട്ടെ. അപ്പോൾ ഇതാണ് എൻ്റെ കഥ. അതോടൊപ്പം തന്നെ നമ്മുടെ മേക്കപ്പും തീർന്നിരിക്കുന്നു. വിഷു സ്പെഷ്യൽ മേക്കപ്പ്. ഞാൻ മുടി ജസ്റ്റ് ഇങ്ങനെയാണ് ഇട്ടിരിക്കുന്നത്. അറിയില്ല, പക്ഷെ ഞാൻ കരുതി ഇങ്ങനൊരു സാരി എന്തുകൊണ്ട് വിഷുവിനായിക്കൂടാ. അപ്പം ഐ തോട്ട് ഓഫ് ജസ്റ്റ് ഷോയിങ് യു ഗൈസ് ദിസ്. പക്ഷെ ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു മേക്കപ്പാണ്. മുടി നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ കെട്ടാം, അല്ലെങ്കിൽ വിഷുവൊക്കെ അല്ലേ, വിഷുവും ഓണത്തിനൊക്കെ നമുക്ക് ഇതിങ്ങനെ ആക്കാം. ഡിഫറൻസ് വരും. വേണമെങ്കിൽ ഒരു പൊട്ട് കുത്താം. പൊട്ടിനോട് വലിയ താല്പര്യമില്ലാത്ത ആളായതുകൊണ്ട് ഞാൻ കുത്തുന്നില്ല. ഇനി വെറുതെ ഒന്ന് ചെയ്ത് നോക്കാം. ജസ്റ്റ് ഇങ്ങനെ ഇടാം. അപ്പോൾ ഇന്നത്തെ ഈ ഗെറ്റ് റെഡി വിത്ത് മീ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. കൂട്ടത്തിൽ എൻ്റെ കഥയും എനിക്ക് കുറേ മൊമെൻറ്റ്സും മെമ്മറീസൊക്കെ അതിൻ്റെ ഇടയിലുണ്ട്. പക്ഷേ എല്ലാം കൂടെ എനിക്ക് പറയാൻ, എല്ലാം കൂടെ റീകളക്ട് ചെയ്ത് പറയുമ്പോൾ അത് ഒത്തിരി വലിയ കഥയായി പോകും. പക്ഷേ ആസ് എ നട്ട്ഷെൽ ഇതാണ് ലൈഫിൽ എനിക്ക് കഴിഞ്ഞ ഒരു 4 വർഷത്തിനകം ഉണ്ടായത്. ആൻഡ് എല്ലാവരും വളരെ പോസിറ്റീവായിട്ടും വളരെ പോസിറ്റിവിറ്റി വെൽക്കം ചെയ്യാൻ റെഡി ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ലൈഫിലേക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വരും എന്ന് ഉള്ള ഒരു എക്സാമ്പിളാണ് ഞാൻ. എനിക്ക് അങ്ങനെ തന്നെ പറയേണ്ടി വരും. ബിക്കോസ് നമ്മൾ ശരിക്കും ഫിൽട്ടർ ചെയ്യണം. നമ്മുടെ ലൈഫ് കറക്റ്റ് ഡിസിഷൻസ് എടുക്കേണ്ട സമയത്ത് എടുക്കണം. അല്ലാതെ നമ്മൾ സഫർ ചെയ്താലും കഷ്ടപ്പെട്ടാലും നമുക്ക് നല്ലത് വരണം എന്ന് ഭയങ്കരമായി എത്ര താഴ്ന്നു പോയാലും തിരിച്ചു വരണം എന്നുള്ളൊരു അത്ര നോഷനിലുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ലൈഫിൽ എന്തായാലും നല്ല മൊമെൻറ്റ്സ് ബാക്ക് ടു ബാക്ക് വന്നുകൊണ്ടിരിക്കും. അതിന് ദൈവം അത് ഭയങ്കരമായിട്ട് തരുന്ന ഒരു ആളാണ്. അപ്പോൾ എല്ലാവരും ചെറിയ കാര്യങ്ങളിലൊക്കെ വിഷമിക്കാതെ നല്ല നല്ല കാര്യങ്ങളെ വെൽക്കം ചെയ്യുക, എന്നും ഹോപ്പോടുകൂടെ കിടന്ന് ഉറങ്ങുക. നാളെ ആവും നല്ലതിന് നാളെ എന്ന് വിചാരിക്കുക. അപ്പോൾ ആ നല്ലതിന് നാളെ എന്നുള്ള ആ ഒരു കാര്യത്തിൽ ഞാൻ നിർത്തിക്കൊണ്ട് എല്ലാവർക്കും ഒരു നല്ല ഹാപ്പി വിഷു, സമൃദ്ധിയുടെയും സമ്പന്നതയുടെയൊക്കെ വലിയൊരു ഹാപ്പി വിഷു പറഞ്ഞുകൊണ്ട് ഈ വ്ളോഗ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു വ്ളോഗായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.